ആദ്യമായിട്ട് ഒരു കാര്യം പറയാം. കാരണം മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞതിന് ശേഷമേ പറയാവൂ. ഇല്ല, മിണ്ടത്തില്ല. ഇയാളെ ആദ്യമായിട്ട് കൊണ്ടുപോയി ചികിത്സിക്കണം. ആരെ? ഈ ഇരിക്കുന്ന ഡോക്ടറെ. സ്വാമി ആരാണെന്ന് നിനക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. പ്രതിമ സിദ്ധനാ, മഹാസിദ്ധൻ. ഞാനൊരു ചോദ്യം ചോദിച്ചോ. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ വ്യക്തി അധിക്ഷേപത്തിന്റെ ഘട്ടത്തിലേക്ക് ഇദ്ദേഹം കടന്ന് എന്തുകൊണ്ടാണെന്നറിയോ? ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ദാർഢ്യം ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല. നിന്റെ കാര്യത്തിൽ തീരുമാനം. ഒരു സെക്കൻഡ്, പറഞ്ഞ സിമ്പിൾ കാര്യം ഞാൻ പറയാം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക. അതെ, ഇതേപോലെ ആഭിചാര ക്രിയകൾ ഒഴിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം ഒരു ഇതാണ്. കാരണം എനിക്ക് പിന്നെ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, മാനസിക രോഗമുണ്ടോ ഇല്ലയോ? അത് നീ ഒന്നും പണയണ്ട. താങ്കൾ എന്നെ രക്ഷപ്പെടുത്തണ്ട. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഈ ഷോ എന്നെ രക്ഷപ്പെടുത്തണ്ട. എന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട്. എനിക്ക് ഇതിൽ കൂടി മറ്റുള്ള കാര്യത്തില് കാറിൽ നടക്കാനോ, ഞാൻ ഇന്നും വന്നത് നല്ല ചൂട് അനുഭവിച്ച് ലോക്കൽ ട്രെയിനിലാണ് കയറി വന്നത്. ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും. ഭ്രാന്തന്മാരെ ഞങ്ങൾ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് ഒരു റൂമേ ഉള്ളൂ. ഞാനും എന്റെ ഭാര്യയും അവിടെ ഇരിക്കുന്ന, ഞാനും എന്റെ ഭാര്യയും കൂടെ അവിടെ ഒരു റൂമിനകത്താണ് കഴിയുന്നത് വർഷങ്ങളായിട്ട്. സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ, സിദ്ധ ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം.